അവരെന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ ആ കരുണ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ള പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും ആഗ്രഹിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ദൈവത്തിനുണ്ട്, മനുഷ്യർക്കും ഉണ്ടാകണം. കാരണം വേറൊരു വഴി ഇല്ല. കർത്താവ് പറയുന്നത്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുത്തേക്ക് ആർക്കും ചെല്ലാൻ സാധിക്കില്ല. ആർക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കില്ല. അപ്പൊ മറ്റേത് വഴിയിൽ കൂടി പോയാലും വ്യക്തത കിട്ടണമെന്നില്ല. ഇപ്പോ പല നമ്മുടെ ക്രിസ്ത്യാനികളിൽ തന്നെ പിതാവ് ആരാണ്, പുത്രൻ ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, മാതാവ് ആരാണ്, വിശുദ്ധരാരാണ്, അവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നതൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞാണ്, മാതാവ് സഭ കൊണ്ടുവന്നാണ് മാതാവിനെ, യേശുവിനെയാണ് നമ്മൾ എപ്പോഴും വിളിക്കേണ്ടത്. എനിക്ക് ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അടിസ്ഥാനപരമായ ഒരു വ്യക്തതയില്ലാത്ത ക്രിസ്തീയത, മാതാവ് ആരാണെന്ന് ഇപ്പോഴും ക്രിസ്ത്യാനികൾക്ക് പോലും വ്യക്തതയില്ല. പിന്നെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കും മാതാവ് ആരാണെന്നൊരു അക്രൈസ്തവൻ ചോദിച്ചു കഴിഞ്ഞാല്, വിശുദ്ധ കന്യകാമറിയ ആരാണെന്ന് ചോദിച്ചാല്, അമ്മയുടെ ആ സ്ഥാനം എന്താണെന്ന് ക്രിസ്ത്യാനിയോട് ഒരു അക്രൈസ്തവൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഒരു ആത്മീയ അന്ധതയുടെ ഇടയിലാണ് ഇപ്പോഴും ക്രിസ്ത്യാനികള് ജീവിക്കുന്നത്. പാരമ്പര്യങ്ങളുടെ പേരും പെരുമയും മാത്രമേ ഉള്ളൂ, പക്ഷെ അടിസ്ഥാനപരമായുള്ള ഒരു വിശ്വാസ വെളിച്ചം ഇപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങളിലില്ല. ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ, മറിയത്തെക്കുറിച്ച് സഭയും മാർപ്പാപ്പയും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്ന വെളിപാടുകൾ മാത്രമാണ്. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി തന്നെയുള്ള ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഉള്ള പല വചനഭാഗങ്ങളിലും മറിയത്തെക്കുറിച്ച് വ്യക്തത നൽകുന്ന വചനഭാഗങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അവസാനം ഞാൻ തർക്കിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു തലയും വാലും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ പുള്ളി എന്നെ ഖണ്ഡിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു തിരിച്ചറിവില്ലാത്ത ഒരു ക്രിസ്തീയതയുടെ നടുവില് നമുക്ക് ജീവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ പിശാച് നല്ല നമ്മുടെ ആ ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിത വെളിച്ചമില്ലാത്ത ഓരോ അവസ്ഥകളിലും നമുക്ക് ഈ ലോകത്തിന്റെ പല പല അന്ധതയും അങ്ങനെയുള്ള അറിവുകളും ചിന്തകളും ഒക്കെ നമ്മളെ പിടികൂടാനായിട്ട് പിശാച് പല വിധത്തില് പല പഠനങ്ങളിൽ കൂടി പല ചിന്തകളിൽ കൂടി നമുക്ക് ചുറ്റും ഒരു ദുഷ്ടാരൂപിയുണ്ട്. അതായത് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ് കൂടുതലും മനുഷ്യരായിട്ട് വിശ്വാസ തലത്തിൽ നിലകൊള്ളുന്നത്. അപ്പൊ ബുദ്ധി കൊണ്ട് ഒരിക്കലും ദൈവകൃപയെ സ്വീകരിക്കാൻ സാധിക്കില്ല. ദൈവകൃപയെ സ്വീകരിക്കണമെങ്കിൽ അവന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന ദൈവിക ചൈതന്യത്തെ എളിമയോടുകൂടെ അറിയണം. അതുകൊണ്ടാണ് ദാനിയേലോട് പറഞ്ഞത്, നിന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ തന്നെ ഞാൻ എന്റെ പ്രാർത്ഥന കേട്ടു. അപ്പോ എത്രത്തോളം എളിമപ്പെടുത്തുന്നോ അത്രത്തോളം ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവ് സഹായിക്കും. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. സെബാസ്റ്റ്യൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കാതെ സിസ്റ്റർ, അതെന്റെ നെറ്റ് പോയപ്പോഴേ മൊത്തം പോയി. മറിയത്തിന് കണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു.
ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധമ്മയുടെ ആ ഒരു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന ദൈവത്തെ മറിയത്തിന് നന്നായിട്ട് അറിയാം. അറിവുള്ള ഒരു സത്യമാണ്. ഹൃദയവിചാരത്തിൽ ഏതെല്ലാം തരത്തില് നമ്മൾ അഹങ്കരിക്കുവാനായിട്ട് ഇടയാക്കുവാനായിട്ട് ഒരുപാട് പ്രലോഭനവും പ്രലോഭകരും പ്രലോഭന തിന്മയുടെ ശക്തി നമ്മളെ ചുറ്റുമുണ്ട്. അപ്പൊ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഉടനെ തന്നെ ആ ശുദ്ധിയുടെ ആക്രമണം വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മേഖലകളിൽ കൂടി നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ, നമ്മുടെ അവിശുദ്ധി എന്നുള്ള ചിന്തയെ ആ നിമിഷം തന്നെ തച്ചൊടക്കാനായിട്ടുള്ള നശിപ്പിക്കുവാനായിട്ട് തൂത്തെറിയുവാനായിട്ട് ശുദ്ധിയുടെ ദുഷ്ടാത്മാവ് നമ്മൾ എത്രമാത്രം കഠിനമായി ആഗ്രഹിക്കുന്നു അത്രമാത്രം കഠിനമായി അവന് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടും ഇരിക്കും. ഈ മേഖലകളിലെല്ലാം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളില് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിലുള്ള ആശ്രയം, അല്ലെങ്കിൽ അത് ആ ആത്മാവ് തന്നെ എന്നെ സഹായിക്കുവാൻ വരണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ദുഷ്ടാരൂപ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിത മേഖലകളിൽ ഭയങ്കരമായിട്ട് സഫറിങ്, നമ്മുടെ മനസ്സിന്റെ നിരാശ, ജീവിതത്തിന്റെ പലവിധ മേഖലകളിലും നമുക്കൊരു സഫറിങ്ങിന്റെ ഒരു അരൂപി എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെ? ഉണ്ടോ? അതെ അതെ. നമുക്ക് എത്രമാത്രം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അത്രമാത്രം തളർത്തിക്കളയുന്ന ഒരു ദുഷ്ടാരൂപിയുടെ ഓരോ ചലനവും നമ്മളുടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാറുണ്ടോ? ഇല്ല. കാണാൻ പറ്റാറില്ല. പക്ഷെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അല്ലെ? അതെ. നമ്മളിപ്പോ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉടനെ തന്നെ പ്രാർത്ഥന എങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്താമെന്നുള്ള തീരുമാനവുമായിട്ട് അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയുമായിട്ട് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പൊ സമയങ്ങൾ വെട്ടിച്ചുരുക്കി പല പല കാര്യങ്ങളിലേക്കും ചിന്നിച്ചിതറി പോകുന്ന സമയങ്ങളായി മാറും. അല്ലെങ്കിൽ ചിലപ്പോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് പിന്നീടാവാം എന്നുള്ളൊരു ചിന്ത വരും. അല്ലെങ്കിൽ പല പല ജീവിത വ്യഗ്രതകൾ കൊണ്ട് നമ്മളെ ആ സമയങ്ങളെ ദൂരീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സമയം പ്രാർത്ഥനയിൽ നിന്ന് എങ്ങനെയൊക്കെ ഒഴിവാക്കാം. നമുക്കറിയാം, ദൈവത്തിന്റെ കരുണയും സ്നേഹവും അറിയുന്ന ഒരു ആത്മാവ് വെറുതെ ഇരിക്കില്ല. ഇരിക്കോ? ഇല്ല. വെറുതെ ഇരിക്കില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും വെറുതെ ഇരുത്തൂല. അല്ലെ? അതെ അതെ. മറ്റുള്ളവരെ വെറുതെ ഇരുത്താൻ പറ്റില്ല. കാരണം എനിക്ക് കിട്ടിയ ആ തിരിച്ചറിവിന്റെ ദൈവാത്മാവിന്റെ കൃപ എല്ലാവരിലേക്കും രക്ഷയുടെ അനുഗ്രഹമാക്കി എത്തിക്കണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തിന്റെ ദാഹമായിരിക്കും യഥാർത്ഥത്തിൽ ആത്മാവിൽ ഉണ്ടാവണം. അല്ലെ? ദൈവകൃപ ഒരിക്കലും ഇന്നാക്റ്റീവായിട്ടിരിക്കില്ല. അപ്പം ഹൃദയത്തില് ദൈവം കയറി വന്നാൽ മാത്രമേ വിചാരങ്ങളില് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഹൃദയത്തിൽ ദുഷ്ടാരൂപിയെ പ്രവർത്തിക്കണമെങ്കിൽ മറ്റുള്ളവര് എന്തെങ്കിലും കാണിക്കട്ടെ, എന്തായാലും ഞാനിങ്ങനെയൊക്കെ ജീവിച്ച് ഞാൻ രക്ഷപ്പെടാൻ നോക്കുകയാണ് എന്നുള്ളൊരു ധാരണ വരും. പക്ഷെ രക്ഷപ്പെടുവോ? ഇല്ല. ഒരിക്കലും. അത് ശരിക്കും പറഞ്ഞാല് അത് ദുഷ്ടാരൂപിയുടെ ആത്മാവാണ് അങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുന്നത്. ചില വ്യക്തികള് അങ്ങനെ പല അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് രഹസ്യമായിട്ടും ഒളിവിലും ഒക്കെ പോവും. എന്നിട്ട് അവരെ പക്ഷെ നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനസ്സ് ഈശോ പറയുന്നുണ്ടല്ലോ, 10 കൽപ്പനകളിൽ സംഗ്രഹിച്ചിരിക്കുന്ന 2 കൽപ്പനകൾ ഏതാണ്? ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ ദൈവമായ കർത്താവിനെ അതുപോലെ തന്നെ പരസ്പരം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പൊ നിന്നെ പോലെ തന്നെ നീ രക്ഷപ്പെടുന്നത് പോലെ തന്നെ നിന്റെ കൂടെയുള്ള ജീവിതങ്ങളെ രക്ഷിക്കണം, സഹായിക്കണം, അവരും ദൈവകൃപയിലേക്ക് കയറി വരണം എന്ന് ഈ 2 കൽപ്പനയിലല്ലേ 10 കൽപ്പനകളും സംഗ്രഹിച്ച് ഒരു ചെറിയൊരു
എന്താണ് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എളുപ്പമല്ലേ ദൈവത്തെ സ്നേഹിക്കുന്ന വിധവും, അതുപോലെ നമുക്ക് ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യവും ആ 2 കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ 10 കൽപ്പനകളും നമ്മൾ അറിയാതെ തന്നെ അനുസരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ? അതെ. ഇരിക്കുന്നു. അപ്പൊ നമുക്ക് അത് അപ്പൊ നമ്മളിലുള്ള ദൈവാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നൽകുന്ന പ്രചോദനം ഇതാണ്. പക്ഷെ ഇതിനെതിരായിട്ട് വരുന്ന നിയമങ്ങളെല്ലാം ദൈവാത്മാവിന്റെ സ്നേഹത്തിന് വരുന്ന നിയമങ്ങളും എതിർ പ്രവൃത്തികളുമാണ്. അപ്പൊ ചിലവര് കൃപ സ്വീകരിക്കും, പക്ഷെ ഒരാൾക്കും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കില്ല. അപ്പൊ ഒരിക്കലും ആ ചിന്ത ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമല്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോ പെർഫെക്റ്റ് ആണ് അവരുടെ വിശുദ്ധ ജീവിതം. എനിക്ക് ഒരുപാട് മനുഷ്യരെ കണ്ട്, അതായത് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു തരില്ല. അതുപോലെ ഉത്തരം അറിയാമെങ്കിലും അവർക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്തോ നഷ്ടം വരുന്ന പോലത്തെ ഒരു ഈഗോ പിടിക്കുന്ന ഒരവസ്ഥ. ഇല്ലെങ്കിൽ അവർക്ക് അത് പറഞ്ഞു തരാനുള്ള ഒരു എളിമയില്ലാത്തൊരു ചിന്ത. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും കാണണം നമ്മള്, അല്ലെ? എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രീതിയിലും എല്ലാ സാഹചര്യത്തോടും നമ്മൾ പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുന്നത്. എല്ലാം നമുക്ക് മനസ്സിലാക്കാതെ നമുക്ക് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും. പണ്ട് എനിക്ക് പാട്ട് പാടുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഇല്ലായിരുന്നു. പിച്ച് ഔട്ടാവും, പിന്നെ താളം തെറ്റും, പിന്നെ പാട്ട് പാടുന്ന എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പൊ ഐഡിയ ഒക്കെ ഉള്ള ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു തരാനുണ്ടാവുന്ന വിഷമതകൾ പല കാണും. ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ ഇവർക്ക് എന്താ നഷ്ടം എന്ന് ഞാൻ നേരിട്ട് ചോദിക്കില്ല. കാരണം അവരുടെ അവര് നമ്മുടെ സീനിയർ ആയതുകൊണ്ട് നമ്മള് അവരെ ഇങ്ങനെ ഇതായിട്ട് നിക്കണം. അപ്പോ ഇപ്പൊ സെക്കൻഡ്സ് വോയിസും പാട്ട് കൊയറിലൊക്കെ സെക്കൻഡ് വോയിസും അങ്ങനെ മെയിൻ വോയിസ് ഒക്കെ ഉണ്ട്. അപ്പൊ സെക്കൻഡ് വോയിസ് ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോ അറിയാവുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടിയാൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു അവർക്ക് അവരുടെ ആ ഒരു ഇതില് വന്ന ഒരു മാറ്റം സംഭവിക്കും. ചിലപ്പോൾ അവരെക്കാൾ നമ്മൾ കയറിപ്പോയാലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവാം. അങ്ങനെ അതുപോലെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ അതിന്റെ അപ്പുറമാണ്. പലർക്കും പല കാര്യങ്ങളും തുറന്നു പറയാൻ മടി. ഇതെങ്ങനെയാണ്, ഈ വചനം എവിടെയാണ്, ഈ വചനത്തിൽ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് ഒന്നും ചോദിച്ചപ്പോ എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരാണെന്ന് ധരിച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മൈൻഡേ ചെയ്യില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഹൃദയം എത്ര ദൈവത്തിന്റെ മുമ്പില് ശരിക്കും പറഞ്ഞ ദൈവം ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഒക്കെ എത്ര എളിമയുടെ തലത്തിലായിരുന്നു, അല്ലെ? ജനിച്ചത് ഏറ്റവും താഴ്ന്ന അവസ്ഥയില്, ജീവിച്ചത് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നവനെ കാല് പോലും കഴുകി കൊടുത്തിട്ടാണ് ഈശോ ശിഷ്യന്മാരുടെ മുമ്പില് എളിമയുടെ പാഠം കാണിച്ചു കൊടുത്തത്. അതുപോലെ മരിച്ചതോ പൂർണ്ണ നഗ്നനായിട്ട്, എന്നാൽ ആ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ദൈവം എത്ര എളിമയോടെയാണ് നമുക്ക് വേണ്ടി സ്നേഹത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ചത്, അല്ലെ? അപ്പോ ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യർ എത്ര നിസ്സാരരാണ്. പക്ഷെ ദൈവം മനുഷ്യരെക്കാൾ എത്രമാത്രം താഴ്ന്ന് എളിമപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്നത്. അപ്പോ അതാണ് ക്രിസ്തുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ക്രിസ്തുവിനെ പോലെ ആകാൻ ആർക്കും ഇഷ്ടമല്ല, അല്ലെ? അതൊരു വലിയൊരു സത്യം. ക്രിസ്തുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്തുവിനെ പോലെ ആകാൻ ആർക്കും ഇഷ്ടമൊക്കെ ആയിരിക്കാം, പക്ഷെ ആകാൻ പറ്റുന്നില്ല. കാരണം എന്താ? പലതും ഉപേക്ഷിക്കേണ്ടി വരും, പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും, പലതും മനഃപൂർവ്വം ഉപേക്ഷിച്ച് അതിനെ വെറുത്തുപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. റബ്ബർ ബോൾ പോലെയാണ്, നമ്മൾ എറിയുമ്പോൾ അത് തിരിച്ചു വരുന്ന പോലെ. പക്ഷെ അതിനെ നമ്മൾ പൂർണ്ണമായും വെറുത്തുപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പൂർണ്ണമായിട്ട് മാറ്റണം. അപ്പോ അവിടെ വലിയ ഒരു എളിമപ്പെടുത്തൽ അല്ലെങ്കിൽ ചെറുതാവുക എന്ന് പറയുന്ന ഒരു സംഭവം അതിഭീകരമായി നമ്മളതിനെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ
എല്ലാവർക്കും ക്രിസ്ത്യാനിയൊക്കെ ആകാൻ ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ സത്യങ്ങളും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ദുരിതമായിട്ട് മനുഷ്യരുടെ ആത്മീയതയിൽ നിലകൊള്ളുന്നത്. പല വൈദികർക്കും ഇന്ന് ആരാധിപ്പിക്കാൻ അറിയില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ആത്മീയമായ ഒരു ഉൾക്കാഴ്ച. ഇപ്പോൾ നമ്മള് വൈദികരെല്ലാവരും ദൈവശാസ്ത്രം പഠിച്ചിരിക്കുന്നു. ഒരിക്കലും ഞാൻ വൈദികർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴും നല്ലൊരു 2016 വർഷങ്ങളിൽ നേരൊക്കെ നല്ല വിഷമവും വേദനയൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ എന്താണ് വൈദികരിൽ കൂടി തന്നെ ഒത്തിരി വിഷമമൊക്കെ വന്നിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ ആ വിഷമത്തെ പ്രതി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു തന്നൊരു കാര്യമാണ്, ദൈവശാസ്ത്ര പണ്ഡിതന്മാര് വളരെയധികം ഉണ്ട്, പക്ഷെ ദൈവത്തെ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ ശാസ്ത്രീയ വശം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അറിയോ? നമുക്ക് ദൈവശാസ്ത്രം പഠിച്ചെന്ന് വിചാരിച്ച് ദൈവത്തെ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ആ പുസ്തകത്താളിൽ കൂടി കിട്ടുന്ന അറിവിലേക്ക് മാത്രം പേര് പിടിച്ചിരിക്കും. അവര് കൂടുതലും അതിന്റെ നിയമവശങ്ങളിലേക്കേ പോകുള്ളൂ. പക്ഷേ ഇതൊരു കൃപയുടെ കീഴിലാണ് ഇത് നിലനിൽക്കുന്നതെന്ന് വൈദികരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ ദൈവാത്മാവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തില് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് പറ്റും? എല്ലാവർക്കും പറ്റുന്നതാണ് പ്രശ്നം. എന്താണ് കൃപയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ശാസ്ത്രം, അതായത് തിയോളജി എന്ന് പറയുന്ന സംഭവം ദൈവത്തിനെതിരല്ല, ദൈവത്തിന് അനുകൂലമാണ്, അല്ലെ? പക്ഷെ എന്താണ്, അനുകൂലമായി ജീവിക്കണമെങ്കിൽ കൃപയുടെ കീഴിലേക്ക് എളിമയോടുകൂടെ വരണം. എത്രയൊക്കെ വർഷം അത് PG എടുത്താലും അതിന്റെ ഡിഗ്രികൾ വർദ്ധിച്ചാലും യാതൊരു ഗുണമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് വചനത്തിന്റെ വ്യാഖ്യാനം തന്നെയാണല്ലോ തിയോളജി ഈശോയെ കുറിച്ച്. ഈശോയെ പക്ഷെ അവർ ശാസ്ത്രീയ ചിന്തകളിൽ കൂടിയാണ് പറയണത്. സഭ ഏത് തരത്തില് അത് അംഗീകരിക്കുന്നു അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അത് ദൈവകൃപയുമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പിശാചിന് അവരുടെ ഹൃദയങ്ങളെ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടവകയില് നല്ല വിശ്വാസ വിശുദ്ധിയുള്ള കുടുംബങ്ങളുണ്ടോ, വ്യക്തികളുണ്ടോ, യുവജനങ്ങളുണ്ടോ, കുഞ്ഞുങ്ങളുണ്ടോ, നല്ല വാർദ്ധക്യത്തിലെത്തിയവർക്ക് പോലും പഴയ വിശുദ്ധി പോലും ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ കാലഘട്ടത്തിന്റെ അശുദ്ധിയുടെ ഭീകരതയില് അവരും പെട്ടുപോയ എത്രയോ അവസ്ഥകളുണ്ട്. അപ്പോ എന്താണ് നിലനിൽക്കേണ്ടത്? വിശുദ്ധമായ വിശ്വാസ ജീവിതമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഹൃദയങ്ങൾ എങ്ങോട്ട് പോകുന്നു അവിടെയാണ് നമ്മുടെ പല പല നിക്ഷേപങ്ങളും കുന്നുകൂടുന്നത്. അപ്പൊ ദൈവത്തിലാണെങ്കിൽ ദൈവിക നിക്ഷേപങ്ങൾ കൂടും, ലോകത്തിലാണെങ്കിൽ ലോകത്തിന്റെ നിക്ഷേപങ്ങൾ കൂടും. അതുകൊണ്ടാണ് ചിതറിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്ത് ക്രിസ്ത്യാനികൾ ചിതറിക്കപ്പെടാനുള്ള ഒരു കാരണം ദൈവ ചിന്തകളോട് ഐക്യപ്പെടുവാനായിട്ട് സാധിക്കാത്ത വിധം ലോകം നമ്മളെ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയും. നമുക്ക് യേശു നൽകിയ തിരുവചന ഭാഗം യെശയ്യാ 49:23. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാല് എന്ത് വേണം? 49:23. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് എന്ത് വേണം? നോർമലി യെശയ്യാ 49:23. കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് ക്ഷമ വേണം, എളിമ വേണം, ആത്മസംയമനം വേണം, അല്ലെ? വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. അപ്പോ എന്താണ് കാത്തിരിക്കണമെങ്കിൽ? ഒരാള് ഒരു കാര്യം നടത്തി തരാം, പക്ഷെ ഇങ്ങനെ വെച്ച് നീട്ടി പോകണം. അപ്പൊ നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടാം, വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടാം, ജീവിതത്തെ പരീക്ഷിക്കപ്പെടാം. ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. കടന്നു പോകുന്ന ഓരോ സമയവും നമ്മളുടെ ജീവിത നവീകരണവും വിശുദ്ധീകരണവും അതിൽ കൂടി സംഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കുന്നുണ്ട്, അല്ലേ? ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പറയാനൊക്കെ എളുപ്പമാണല്ലേ. ഇപ്പൊ നമ്മള് എന്താണ് എത്രയോ, ഇപ്പൊ ഞങ്ങള് പണ്ട് ഇവിടെ
ബോട്ടായിരുന്നു. ബോട്ട് ഒരു ടൈമിംഗ് ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു ടൈമിംഗ് ഉണ്ട്. ചില സമയങ്ങളിൽ ആ ടൈമിങ്ങിലുള്ള ബോട്ട് വരാതെ ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത ബോട്ടിനകത്ത് വരെ ഇങ്ങനെ ബോട്ട് ജെട്ടി നിറച്ച ആൾക്കാരായിരിക്കും. കാരണം അന്ന് ഞങ്ങൾക്കിവിടെ ബസ് സർവീസ് ഇല്ല. പാലം വന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് ബസ് സർവീസ് ഒക്കെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 10 മിനിറ്റ് പോലും വേണ്ട എറണാകുളത്തെ ടൗണിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് യാത്രകൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ അന്നെന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കും, വേറെ നിവർത്തിയില്ല. വേറെ അതെ, വേറെ നിവർത്തിയില്ല, വേറൊരു വഴിയില്ല. ഈ വഴിയില്ല. കര കടന്നപ്പുറത്ത് എത്തണമെങ്കിൽ വേറൊരു വഴിയില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും വേറൊരു വഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കാത്തിരിക്കും. കാത്തിരുന്നേ മതിയാകൂ. അതെ, കാത്തിരുന്നേ മതിയാകൂ. കാരണം വേറൊരു വഴിയില്ല. കർത്താവിന്റെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു അനുഗ്രഹ ജീവിതത്തിന്റെ നിലനിൽപ്പും കൂടിയാണ്. അപ്പൊ ഈ കാത്തിരിക്കണമെങ്കിൽ നമുക്ക് എടുത്തു ചാടി വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അത് സക്സസ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അതിൽ അപകടം വരാം, അതിൽ അവഹേളനം വരാം, അപമാനിക്കപ്പെടാം, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കടന്നു പോകും. പക്ഷെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവര് എന്ത് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത്? ലജ്ജിതരാവുകയില്ല. ലജ്ജിതരാവുകയില്ല എന്ന് പറയുന്നത്. ലജ്ജിക്കപ്പെടുവാൻ ദൈവം എന്ത് ചെയ്യില്ല? സമ്മതിക്കില്ല. കാരണം എന്താണ്? അവൻ കാത്തിരിക്കുന്നത് അവന്റെ സ്രഷ്ടാവായ ദൈവത്തെയാണ്. അതെ, നമ്മളിപ്പോ പുറത്ത് പുറം രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയവരെ നമ്മൾ കാത്തിരിക്കും, അല്ലെ? വന്നു കഴിയുമ്പോ എങ്ങനെയൊക്കെയാണെന്ന് മനുഷ്യന്റെ മനോഭാവഗതി പോലെ ഇരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഭയങ്കര ഒരാഴ്ച വരെയൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പിന്നെ കാശൊക്കെ തീരുന്നതനുസരിച്ച് സ്നേഹത്തിന്റെ വലിപ്പവും അതിനുള്ള ആഴവും അതിന്റെ വിശ്വസ്തതയൊക്കെ കുറഞ്ഞു 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 കുറഞ്ഞ് വരും. അപ്പൊ നമ്മുടെ കാത്തിരിപ്പ് എന്തിനെ ആയിരുന്നു? വ്യക്തിയായിരുന്നോ? ആ വ്യക്തിയില് ഉള്ള കാശിനെ ആയിരുന്നോ, സ്വാധീനത്തെ ആയിരുന്നോ എന്ന് നോക്കണം. അപ്പൊ ഈ ലോകത്തെ മനുഷ്യരെ, വസ്തുക്കളെ, എന്തിനേയും കാത്തിരുന്നാലും എന്തുണ്ട്? അതിന് ലൈഫില്ല. അതെ, ഒരു പരിധിയുണ്ട്. ലൈഫില്ല. പക്ഷെ കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് എന്തുണ്ട്? ലൈഫുണ്ട്. ജീവിതം ലജ്ജിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഈ വചനത്തിന്റെ 23 വചനം ഞാൻ വായിക്കാം. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായിരിക്കും. ഇത്ര വലിയ അനുഗ്രഹമാണല്ലേ. എന്ത് ചെയ്താല്? കാത്തിരുന്നാലും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ആരാണ്? രാജാക്കന്മാരും രാജാക്കന്മാരും രാജ്ഞിമാരും വളർത്തമ്മമാരും. അപ്പൊ നമ്മള് ഉയർന്നിരിക്കുന്ന പറയണത്, അല്ലെ? അവരത്രമാത്രം താഴണമെങ്കിൽ നമ്മൾ അതുപോലെ ഉയരണം. അതാരാ ഉയർത്തണത്? അതിന്റെ മുന്നിലത്തെ വചനം കൂടി വായിച്ചാലാണ് ഇത് മനസ്സിലാവുള്ളൂ. 22 കൂടെ വായിക്കണം. അപ്പൊ 22 കൂടി ഞാൻ വായിച്ചു തരാം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ, അതായത് കർത്താവ് കമാൻഡ് ചെയ്യും. ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തും. കർത്താവ് കരമുയർത്തിയാൽ മതി, എന്ത് സംഭവിക്കും? അതെ, അതാണ് നടന്നിരിക്കും. മനുഷ്യനൊക്കെ മുകളിലിരിക്കുന്ന ആളുകളൊക്കെ താഴത്തോട്ടും മാറ്റം സംഭവിക്കാനായിട്ട് ദൈവത്തിന് ഇടയാക്കും. അപ്പോഴാണ് ഈ അട്ടിമറി എന്ന് പറയുന്ന പോലെ ദൈവാത്മാവിന്റെ അട്ടിമറി നമുക്ക് നിർണയിക്കാൻ പറ്റില്ല. അപ്പോ ഈ ഒരു ലൈഫിലേക്ക് കാത്തിരിപ്പ് വഴി നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. അതായത് ചിലപ്പോ ചില അപമാനങ്ങളുടെ നടുവിലായിരിക്കാം നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. അവിടെയെല്ലാം നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോ മരണം വരെ സംഭവിച്ചേക്കാം. പക്ഷെ അവന്റെ ആത്മാവിന്റെ ദൈവം കരങ്ങളില് പിടിച്ചിട്ടുണ്ട്. ഒരു ഒരു എന്താണ്, ഒരു ആൺകുട്ടി, ചെറിയൊരു ബാലനാണ് അവൻ. ചെയ്യാത്ത കുറ്റത്തിന് ക്രൂരമായി അവനെ കൊന്നു പോലീസുകാര്. അത് ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അത് എന്നിട്ട് ഇവൻ ചെയ്തിട്ടില്ല, പക്ഷെ ക്രൂരമായിട്ടാണ് ഇവനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. ആ കൊലപാതകം കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ആ കുഞ്ഞിന്റെ മരണത്തിന്റെ മുമ്പില്. പക്ഷെ ഈ വേദന അനുഭവിച്ചിട്ട് ആത്മാവ്
ദൈവത്തോട് ഒരു വ്യക്തി ഇങ്ങനെ അത് ഓർത്ത് വേദനയോടുകൂടെ ദൈവസന്നിധിയിലെ ഓർത്ത് ദൈവത്തോട് കോൺവെർസേഷൻ ചെയ്യണേണ്, സംസാരിച്ചുകൊണ്ട് പറയണേണ്. അപ്പൊ അവിടെ ആ വ്യക്തിയോട് ദൈവം തന്നെ പറയാണ്, അവര് ഇഞ്ചിഞ്ചായി കൊന്നത് കുഞ്ഞിനെ അല്ല, എന്റെ ആത്മാവിനെ തന്നെയാണ് ഇഞ്ചിഞ്ചായി കൊന്നതെന്ന്. അതായത് അതെ എന്റെ ശരീരത്തെ എങ്ങനെയാണോ കൊല്ലുന്നത് അതുപോലെ ആ കുഞ്ഞിനെ തന്നെ. അതായത് അവന്റെ ഉള്ളില് ദൈവാത്മാവുണ്ട്, പക്ഷെ ഈ ക്രൂരത കാണിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ പിശാചുള്ളത് കൊണ്ട് അവർക്കത് ഒരു വിഷമമോ വേദനയോ ഇല്ല. ആ കുഞ്ഞിനെ ക്രൂരമായി കൊല്ലുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് തന്നെയാണല്ലോ ഈശോയുടെ ശരീരത്തിലും ദുഷ്ടര് ചെയ്തത്. അതെ അതെ അപ്പൊ പക്ഷെ ഈശോ എന്ത് ചെയ്തു? ഉദ്ധിതനായി. അങ്ങനെ ക്രൂരമായ മരണത്തിനിരയാകുന്ന ഓരോ നിഷ്കളങ്ക ജീവിതത്തിന്റെ മേഖലകളിലും ആത്മാവ് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സഹനങ്ങളോട് ഐക്യപ്പെട്ട അവനെ ദൈവം നിഷ്കളങ്ക രക്തം ചിന്തി മരിച്ചു. അതൊരു രക്തസാക്ഷിത്വമാണ് ശരിക്കും പറഞ്ഞു, അല്ലെ? അതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോ കക്കാത്ത സാധനം കട്ടെടുത്തു എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ക്രൂരമായി മരിക്കുന്നവരെയും പീഡിപ്പിച്ചുകൊണ്ട് കൊന്നു ചെയ്യുമ്പോ അവനൊരു ദൈവത്തിന്റെ മുമ്പിൽ ഒരു രക്തസാക്ഷിയാണ്, അല്ലെ? അപ്പൊ അതെ അതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് മനുഷ്യർ അങ്ങനെ ഈ ലോകത്ത് ഭീകരമായ കൊലപാതകത്തിനും ജീവഹാനിക്കും പലവിധ മാരകമായ പീഡനങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, മരണപ്പെട്ടവരുണ്ട്, കൊല ചെയ്യപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒത്തിരി മനുഷ്യർ ഇന്നും നമ്മളൊക്കെ സേഫായിട്ട് ജീവിക്കുന്നു. ഓരോ കഥകളും കേൾക്കുമ്പോൾ നമ്മൾ വിറച്ചിട്ട് പോകും. അതുപോലത്തെ സങ്കടങ്ങളും വേദനകളുടെ നടുവിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ലേഡി, അവരൊരു പീഡന കേസിനിരയായ പെൺകുട്ടിയാണ്. പക്ഷെ ആ കേസ് 6 വർഷമായിട്ടൊരു തീരുമാനം എത്തിയിട്ടില്ല. അപ്പോ വെച്ച് അത് കേസ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രമുഖനായ ഒരു വക്കീലിനെ കാണാൻ പോയി. അപ്പോ ആ വക്കീല് ഈ ലേഡിയെ മാരകമായ അവസ്ഥയിൽ പീഡിപ്പിച്ചു. ആ വക്കീല് അടുത്ത് തന്നെ ജഡ്ജിയാകാൻ വേണ്ടി ഇരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ പേര് പറഞ്ഞ് കുറെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെൺകൊച്ചിനെ മാരകമായി പീഡിപ്പിച്ചു. വളരെ ദയനീയ അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അമ്മനെ അച്ഛനെയും കൊല്ലും, അങ്ങനെ ആങ്ങളനെ കൊല്ലും, അങ്ങനെ ഇങ്ങനെ ചെയ്യും, അപ്പം മിണ്ടാതെ നിന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നിന്നത്. അവസാനം ഇതിന് ഗതികേടുകൊണ്ട് കുറച്ച് നാള് സഹിച്ച്, പക്ഷെ നിവൃത്തികേടായപ്പോഴേക്കും അമ്മയോട് പറഞ്ഞ് നമുക്ക് ഈ കേസ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകണ്ട, കാരണം ഇത് ജയിക്കാൻ പോണില്ല, ഇതിന്റെ പോക്ക് ഒട്ടും നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് അമ്മ കാര്യം അറിയണത്. വളരെ വേദന, അതായത് വളരെ സഹിച്ച് ജീവിക്കുന്നവരെ ചൂഷണം ചെയ്യുമ്പോ നമുക്കൊരു കേസിന്റെ കാര്യം പറഞ്ഞ് ഈ കാലഘട്ടത്ത് പോലീസിനെ ഒന്നും അല്ലെങ്കിൽ കോടതികളിൽ നിന്നും വക്കീലിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭീകരമായ വൃത്തിഹീനമായ ഒരു ജീവിത ശൈലിയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവനും ജീവിതത്തിനും ഒരു മൂല്യതയില്ല. സ്വത്തിനും സമ്പത്തിനും അധികാരങ്ങൾക്കുമാണ് വലിയ നിലനിൽപ്പുള്ളപ്പോ അവിടെയെല്ലാം മനുഷ്യന്റെ ജീവിതങ്ങൾക്കൊന്നും വിലയില്ലാതെയായി ചവിട്ടി അരക്കപ്പെടുന്ന നിസ്സാരരായ നിഷ്കളങ്കരായ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങൾ ബലിയാടുക ആവുകയാണ്. അപ്പോ അങ്ങനെയുള്ള അവസരത്തിൽ അങ്ങനെ അവസാനം ഈ പെങ്കൊച്ച് എങ്ങനെയോ മീഡിയയിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോ ആ വക്കീല് അവസാനം മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളെ പ്ലീഡറായിരുന്നു, ഹൈക്കോർട്ടിന്റെ പ്ലീഡറായിരുന്നു. അങ്ങനെ പിന്നെ ഞാനത് കൂടുതൽ കേൾക്കാൻ പോയില്ല. എനിക്ക് ഭയങ്കര അത് കേട്ടിട്ട് ഭയങ്കര, ചില സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ കയറി കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ട് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമവും മനോവിഷമവും ഒക്കെ വരും. ദൈവമേ, ഇവർക്കൊന്നും നീതി കിട്ടാത്തത്, ഇവരൊന്ന് സഹായിക്കാൻ ദൈവം എന്തുകൊണ്ട്? കാരണം പിന്നെ ഞാൻ ഓർത്തു, ഈ പെങ്കൊച്ച് കാരണം അല്ലെങ്കിൽ ഇയാള് ജഡ്ജി ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കാം.
എന്തെല്ലാം ഭീകരമായ ആക്രമണങ്ങൾ, അനീതി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് പോകാം. ഈ പെങ്കൊച്ച് ബലിയാടായതുകൊണ്ട് ആ മനുഷ്യന്റെ ആ സ്ഥാനത്ത് നിന്നെങ്കിലും ദൈവം ആ വ്യക്തിയെ തടഞ്ഞ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ സഹായം ഒരു വ്യക്തി സഹിച്ചത് കൊണ്ട്, ഒരു വ്യക്തി അപമാനിക്കപ്പെട്ടതുകൊണ്ട്, ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ അത് മരണത്തിലേക്ക് പോയില്ല, എന്തോ ഒരു വലിയൊരു അനുഗ്രഹം ആ കൊച്ചിലുണ്ടായത് കൊണ്ട് അത് പിടിച്ചു നിന്നു. അങ്ങനെ എത്രയോ മനുഷ്യരാണ് ഇന്ന് പിടിച്ചു നീക്കാൻ കാത്തിരിക്കുന്നത്, നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. സഹിച്ചും ക്ഷമിച്ചും നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ് കേണപേക്ഷിക്കുന്ന, യാതൊരു നിവൃത്തിയില്ലാത്ത എത്രയോ മനുഷ്യരുടെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മളൊക്കെ അത്രയും ഭീകരതയിലേക്ക് എത്തുന്നില്ല. അത് ദൈവത്തിന്റെ വലിയൊരു കരുണയുടെ അനുഗ്രഹമാണ്. അപ്പോ നമുക്ക് നമ്മളുടെ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ സഹിച്ചു പോകുന്ന ഓരോരുത്തർക്കും ദൈവം പറയുന്നതാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ദൈവം കരമുയർത്തും. കരമുയർത്തിയ പിന്നെ മോശ കരമുയർത്തിയപ്പോൾ ഇസ്രായേൽ ജനങ്ങള് ജയിച്ചു. ശത്രുസൈന്യത്തെ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം കരമുയർത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ജയിപ്പിക്കും. സംരക്ഷിക്കും. അപ്പോ മോശ ജനങ്ങൾക്ക് വേണ്ടി കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോ ഇസ്രായേൽ സൈന്യം വിജയിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, മോശ സാധാരണ ഒരു മനുഷ്യനാണ്, ദൈവം നിലനിർത്തിയ ഒരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം കരമുയർത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, അത് നമുക്ക് നിർണയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവര് നാളെ നമ്മുടെ കാല് കഴുകി തരുവാനായിട്ടുള്ള തക്കവിധം ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നിലകൊള്ളണം. കാത്തിരിക്കണം. കർത്താവിന്റെ ആ ഒരു മുമ്പിലുള്ള ആശ്രയത്തോടു കൂടി തന്നെ നമ്മൾ കാത്തിരിക്കുമ്പോൾ അങ്ങനെ ലജ്ജിതരാകരുത്. അപ്പൊ എന്ത് ചെയ്യും? ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. നമ്മളറിയണം അല്ലെ? നമ്മളിപ്പോ പ്രാർത്ഥിച്ചു, നമ്മള് വേദനിച്ചു ജീവിക്കുകയാണ്, പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയാണ്. പക്ഷെ ദൈവമാരാണെന്ന് നമ്മൾ അറിയണം. ദൈവം എന്താണ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പൊ അവരറിയുമെന്നല്ല പറയണത്, നീ അറിയും. നീ ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരോടും പറയണത് നീ അറിയും എന്ന് പറയുന്നത്. അപ്പോ എന്താ അവിടുത്തെ വചനം പറയുന്നത് എന്താണ്? നമ്മൾ അറിയാൻ വേണ്ടി ഇപ്പൊ ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്തുവിനെ അറിയാത്തിടത്തോളം കാലം ക്രിസ്ത്യാനികൾ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലെ? അതൊരു വലിയൊരു സത്യം തന്നെയാണ്. ക്രിസ്തുവിനെ അറിയാത്തിടത്തോളം കാലം ജനങ്ങളുടെ ഇടയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാലോ പീഡിപ്പിക്കപ്പെടുന്ന ജനത എന്ത് ചെയ്യും? നേരെ തിരിഞ്ഞായി മാറും. എന്ത്? പീഡനം ഏൽപ്പിക്കുന്ന വ്യക്തികളിൽ നിന്നും കിട്ടുന്ന ആ പ്രവൃത്തികൾക്കൊക്കെ നേരെ വിപരീതമായിരിക്കുള്ളൂ. എന്താ പറയുന്നത്? രാജാക്കന്മാർ നിന്റെ വളർത്തു പിതാക്കന്മാരും, അതായത് ശുശ്രൂഷകരായി മാറും. നമ്മളെ പീഡിപ്പിക്കുന്നവര് നമ്മളുടെ ശുശ്രൂഷകരെ, നമ്മളെ ശുശ്രൂഷിക്കുവാൻ തക്കവിധം ദൈവം അവരെ മാറ്റും. പക്ഷെ എന്ത് സംഭവിക്കണം? കർത്താവിന്റെ ഉറച്ച സ്നേഹത്തില് നമ്മളും ഉറച്ചു നിൽക്കണം. നമ്മളും ലജ്ജിക്കപ്പെടേണ്ട ജനതയല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ കഴിഞ്ഞ ഇന്നലെ ഞാൻ ജെറമിയ പ്രവാചകന്റെ 2-ാം അധ്യായത്തില് 12-ാമത്തെ തിരുവചനമുണ്ട്. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങി വിറക്കുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇസ്രായേൽ അടിമയാണോ? അടിമയായി ജനിച്ചവനാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിന് ഇരയാകുന്നത്? മനസ്സിലായി? എന്തുകൊണ്ടാണ് നമ്മൾ അക്രമത്തിന് പീഡിപ്പിക്കപ്പെടുന്ന ജനതയായി മാറിയത്? എന്തുകൊണ്ടാണ്? നമ്മള് ദൈവത്തെ ഉപേക്ഷിച്ചുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് പോയി എന്നതല്ലേ സംഭവിച്ചു. ജെറമിയ പ്രവാചകൻ പ്രവചിച്ചു വെച്ച അതേ കാര്യം തന്നെയാണ് ഇന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ ഇടവകകളില്, നമ്മുടെ സഭയില്, നമ്മുടെ സമൂഹത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ദൈവത്തെ ഉപേക്ഷിക്കപ്പെട്ട
ഒരു ജനതയായി മാറുമ്പോൾ അടി ഉറപ്പായിട്ട് കിട്ടും. അപ്പോ എന്താ പറയുന്നത് രാജാക്കന്മാരോട്, ഈ എന്താ പറയുക, നീ അറിയണം, നീ ആദ്യം നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തെ നീ വ്യക്തിപരമായി അറിയാതെ നമുക്ക് രക്ഷ കണ്ടെത്തുവാനോ, രക്ഷ എവിടെ നിന്നാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന്, രക്ഷ എവിടെ നിന്നാണ് എനിക്ക് ലഭിക്കുമെന്നൊന്നും അറിയാതെ നമ്മൾ ഈ ലോകത്ത് എങ്ങനെയെല്ലാം ജീവിച്ചാലും അടി വന്ന് വീഴുമ്പോ നമ്മള് കണ്ണുകൾ ഉയർത്തി കർത്താവിനെ അന്വേഷിച്ചിറങ്ങും. ഇറങ്ങിയേ മതിയാവൂ. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല, നമുക്ക് ബോട്ട് വന്നാലേ അപ്പുറത്തൊക്കെ കടക്കാൻ പറ്റൂ. അതുപോലെ കർത്താവ് നമ്മളെ സഹായിച്ചാലേ രക്ഷപ്പെടൂ. വേറൊരു വഴിയില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുത്തേക്ക് ഒരാൾക്കും ചെല്ലാൻ പറ്റില്ല. ഇത് നമ്മള് എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞാല്, നമ്മുടെ വിശ്വാസ വെളിച്ചത്തില് കരടുകൾ വീണു. കണ്ണിലെ കരട് പോയാൽ നമുക്ക് കണ്ണു തുറന്ന് നോക്കാൻ പറ്റുമോ വൃത്തിയായിട്ട്? ഇല്ല. ആ ഇല്ല. ആരെങ്കിലും നമ്മുടെ കണ്ണിലെ കരടൊന്നെടുത്ത് കളയണം. അതെ. എങ്കിൽ മാത്രമേ നമുക്കത് കണ്ണില്, അല്ലെങ്കിൽ എന്താ, കണ്ണില് കരട് പോയാൽ കണ്ണടച്ച് നമ്മൾ ഗുരുതരാന്നൊരു അവസ്ഥ. ഇതുപോലെയാണ് ആത്മീയ ജീവിതത്തിന്റെ അന്ധത പിടിച്ച ജീവിതം. ഒരാൾക്കും ഒരു വ്യക്തതയില്ല. ക്രിസ്തു ആരാണ് എന്റെ ജീവിതത്തില്? ക്രിസ്തു ഇത്രമാത്രം, നമ്മൾ ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും പ്രായം വെച്ച് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്താണ് എന്റെ ജീവിതത്തില്, എന്റെ ജീവിതത്തിന് വേണ്ടി ക്രിസ്തു നൽകിയ സഹായം എന്താണെന്ന് നോക്കിയാല് എന്തെല്ലാം കാര്യങ്ങളിൽ കൂടിയാണ് ദൈവം നമ്മളെ നയിച്ചത്, എന്തെല്ലാം സ്നേഹത്തോടു കൂടെ സംരക്ഷിച്ചു, എന്തെല്ലാം പൊട്ടത്തരങ്ങളും ദുഷ്ടതയും മന്ദികേടും ഒക്കെ കാണിച്ചു. അപ്പൊ അടി തന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ പുല്ല് മുളക്കുമായിരുന്നു നമ്മുടെ നമ്മളായിരുന്ന സ്ഥലത്ത്, അല്ലെ? അതെ. എന്നിട്ട് ദൈവം നമ്മളെ സഹായിച്ച് സംരക്ഷിച്ചു. അപ്പൊ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. എന്നിട്ടും കർത്താവിന്റെ മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അവ്യക്തത ഇപ്പോഴും നമുക്കുണ്ട്. അപ്പൊ നമ്മൾക്ക് സഭയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ ഇവരെയും കുറ്റം, പക്ഷെ സ്വന്തമായിട്ടുള്ള ഒരു അധ്വാനം നമ്മളിൽ ഉണ്ടാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആത്മീയതയില് ഉള്ള ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഏറ്റവും താഴെക്കിടയിലുള്ള സാധാരണരായി ജീവിക്കുന്ന ഒരുപാട് മക്കളെ കർത്താവ് കൊല പിടിക്കുന്ന കുഞ്ഞിന്റെ അധരങ്ങളില് കർത്താവിന്റെ ജ്ഞാനം വെച്ച് കൊടുക്കുന്നത് പോലെ കുറെ മനുഷ്യർ ഉയർത്തുന്നുണ്ട്. പക്ഷെ ഒരു വശത്ത് ഉയർത്തപ്പെട്ട ജനജീവിതങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ ദിവസം എന്നോട് എന്റെ ഇടവകയിൽ അച്ഛൻ പറഞ്ഞാണ്, സോഫി ആരാധനക്ക് ചെയ്തോളാം, ഞാൻ അവിടെ വെറുതെ ഇരിക്കുള്ളൂ, ഞാനവിടെ വെറുതെ ഇരുന്നോളാം, സോഫി അവിടെ ആരാധിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് കിട്ടിയ അവസരം ഞാൻ പാഴാക്കിയില്ല. പക്ഷെ എനിക്ക് ഒരു വേദനയുണ്ട്. കാരണം ഒരു വൈദികൻ അൾത്താരയിൽ ഇരിക്കുമ്പോൾ ഒരു സാധാരണരായ ഒരു വ്യക്തി കർത്താവിനെ ആരാധിക്കുക, മുന്നോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാനുഷികമായ ചിന്തയിൽ ചിലപ്പോൾ അതൊരു അരോചകമായി തോന്നാം. പലരും ആ സമയത്ത് എന്റെ കൂടെ എന്ന് വെച്ചാൽ പറയണ, എനിക്ക് പാട്ട് പാടാൻ കൂടെ നിന്ന ആള് പറഞ്ഞ, എനിക്ക് പോണേ, എനിക്ക് സമയമില്ല, പണിയുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഞാൻ ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, അയാൾക്ക് പോണമെന്ന് തിരക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, അച്ഛനും കുറെ സമയം വരെ പറഞ്ഞേക്കണം, അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നത് വരെ നമ്മളിത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് നിവൃത്തികേടായത് കൊണ്ട് അവിടെ ഇരുന്നു. ഇതെന്താ, എല്ലാ പള്ളികളിലും അതൊരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രം സമയത്തിന്റെ ഒരു കാര്യങ്ങൾക്ക്, നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ കൃപയുടെ വിശ്വാസ ജീവിതം ഇനിയും നമ്മുടെ ക്രൈസ്തവ ലോകത്തിലേക്ക് കടന്നു വരുവാൻ, പിശാചിന്റെ ദുഷ്പ്രേരണയെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാര്യം എന്താണ്? നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ദൈവത്തിനെ, യേശുക്രിസ്തുവിനെ നമുക്കിപ്പോഴും കണ്ടുമുട്ടാനോ അറിയുവാനും സാധിക്കും. അതുകൊണ്ട് എന്താ പറയണത്, നീ അറിഞ്ഞാൽ മാത്രമേ, ഇപ്പൊ ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ച് കർത്താവിന്റെ കരുണ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഇടവകയിൽ ചെയ്യാനുണ്ട്. എന്നോട് ആരെങ്കിലും മല്ലടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ഞാൻ സംസാരിക്കും. പക്ഷെ രണ്ട് ചെയ്താലും ഒരേ എഫക്റ്റാണ്. മിണ്ടാതിരുന്നാലും കർത്താവ് അവിടെ ഇടപെടും, ചിലപ്പോൾ സംസാരിച്ചാല് അവർക്ക് വാവത്ത് നിൽക്കേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് എന്നോട് നേരിട്ട് പറയില്ല, എന്നെ കേൾപ്പിക്കാതെ പലതും പല രീതിയിൽ പുറത്തൊക്കെ പറയും. പക്ഷെ എന്റെയൊക്കെ നേരെ വന്ന് സംസാരിക്കാറില്ല. സംസാരിക്കാൻ ദൈവം അനുവദിക്കാത്തതാണോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ്, ദൈവാത്മാവിന്റെ മുമ്പില് ശബ്ദമുയർത്താനോ എതിരിടാനോ പറ്റില്ല. കാരണം
അവിടെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം എനിക്ക് ലജ്ജിക്കേണ്ട ഒരു കാര്യവും വരില്ല. ചിലപ്പോ എനിക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം, പക്ഷെ ലജ്ജ എനിക്ക് ഇന്ന് വരെ, ഞാൻ എന്ന് ദൈവത്തെ ഒരു മൺതരിയോളം സ്നേഹിക്കാൻ തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെ ലജ്ജിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നിട്ടില്ല. ഒത്തിരി പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഒരു ഉറച്ച ചിന്ത ഉണ്ട്, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, എപ്പോഴായാലും ഇതിനൊരു ഉത്തരം കൊടുക്കും, എപ്പോഴായാലും ഇതിനു വേണ്ടി ഒരു മറുപടി കർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എന്നെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് ലജ്ജിക്കാൻ യാതൊരു അവസ്ഥയില്ല. കർത്താവ് ചോദിക്കുമ്പോ, കർത്താവ് കരമുയർത്തുമ്പോ തീർച്ചയായിട്ടും ഇവർക്കറിയാൻ പറ്റും, ഇവർക്ക് അനുഭവിക്കാൻ പറ്റും, ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കണം, എന്നാൽ മാത്രമേ അവർക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്റെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി എനിക്കും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിനെ കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എന്ന് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവിന്റെ വചനം നമ്മളെ ഇപ്പോ ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ജോലി മേഖലകളിൽ ഉണ്ടാവാം, വ്യക്തി ജീവിതത്തിന്റെ പല സ്വാധീനം, കുടുംബ സ്വാധീനങ്ങളില്, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവാം. ഈശോയുടെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്വന്തം ഭവനങ്ങളിലും സ്വന്തം ബന്ധുജനങ്ങളിലും സ്വന്തം ദേശത്തും ആണ് അവഗണിക്കപ്പെടുന്നു. അപ്പോ ഈ അവഗണന തീർച്ചയായിട്ടും ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വാധീന വലയത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ലജ്ജിക്കേണ്ട യാതൊരു അവസരവും ഇല്ല. ഇത് തിരിച്ചറിയുവാനുള്ള വലിയൊരു ഹൃദയ തുറവി നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് വ്യക്തമായൊരു ബോധ്യം കിട്ടട്ടെ, വിശ്വാസത്തിന്റെ ഒരു വെളിച്ചം വരട്ടെ. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക്